തെണ്ടി ജീവിക്കുന്നവൻ ഞങ്ങളോടും തെണ്ടാൻ വേണ്ടി വന്നയാണോ, അങ്ങനെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആദ്യമേ ഈ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അവളോട് 2 ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഞാൻ ഈ 2 ഓപ്ഷൻ ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ എന്റെ പൈസ ഉണ്ടാവും. ഞാൻ പണക്കാരനല്ല, എനിക്കറിയാം ഒരു അവസ്ഥ. ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ ഏത് ലെവലിൽ എത്തും എനിക്ക് നല്ലപോലെ അറിയാം. അവള് ചിന്തിച്ച് പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞ പഠനമല്ല, അവൾക്ക് ട്രാവൽ ചെയ്യണോ. ഞാൻ അത് ആഗ്രഹം അവൾക്ക് സാധിച്ചു കൊടുക്കും. വന്ന ആള് ഇങ്ങനെ ട്രാവൽ ചെയ്തത് അമ്മയല്ല പറഞ്ഞു വന്നതും നിന്നതും എല്ലാം കിടക്കാന്ന്. ജോലി എന്നുള്ളൊരു മൈൻഡായി എന്നുവെച്ചാൽ ഒരു മിഷൻ ആവാൻ തുടങ്ങി. ഒരു വീടിന്റെ കുടുംബസ്ഥൻ എന്നുള്ളൊരു സാധനം എന്ന് വെച്ചാൽ മിഷനാണ് അവന്റെ മൈൻഡിൽ ജോലി എന്നുള്ളൊരു ഭാഗം ഉണ്ടാവുള്ളൂ. എല്ലാ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആണുങ്ങൾ എപ്പോഴും കൂടെ ഇരുന്നാൽ ശരിയാവില്ല. നിങ്ങൾക്ക് സുഖമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് സുഖമല്ല. ഓക്കെ, ഞങ്ങളെന്ന് പറയുന്ന നേരത്ത് 100,000 ചിന്തകൾ ഒരേ ടൈമിൽ മൈൻഡിൽ കൊണ്ടു നടക്കുന്ന ആമ്പിള്ളേരാണ്. ഓക്കെ, നിങ്ങൾ പീരീഡ്സ് വേദനയാണ് സഹിക്കണേ, നിങ്ങൾ കുടുംബ വേദന സഹിക്കണേ. ഒരു കുടുംബത്തിന്റെ വേദന എന്താണെന്ന് അറിയണം, ഈ കുടുംബം തലയിലെടുത്ത് വെച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. ആണുങ്ങളെന്ന് പറയുന്നത് എത്ര പെൺപിള്ളേരെ അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവനെ ചീത്ത പറയില്ല. ഓക്കെ, അവൻ കഴിവുള്ളവനേ ഉള്ളൂ. പക്ഷെ പെണ്ണങ്ങനെയല്ല. പെണ്ണൊരു ആണിന്റെ അടുത്ത് നിന്ന് അടുത്തൊരാണിനെ ചാടിക്കുന്ന അവളെ ലോകം വിളിക്കുന്ന ഒരു പേര്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ ഇവനെ അന്ന് ആ മെസ്സേജ് ഇവനെ അന്ന് കണ്ടില്ലെന്ന് ഇപ്പൊ എനിക്കിത് കാണാൻ പറ്റത്തില്ല. കോട്ടയത്ത് തന്നെ ഇരുന്നേ. ഇപ്പഴും കോട്ടയത്ത് വീട്ടിൽ അമ്മ അടി ഉണ്ടാക്കി കൂട്ടുകാരിമാരുടെ കൂടെ കറങ്ങി അങ്ങനെ നിന്നാന്. പക്ഷെ ഇവനെ കിട്ടിയത് കൊണ്ട് അങ്ങനെ ആ ഒരു ഇത് കാണാൻ പറ്റി. ഹരിയാന കഴിഞ്ഞ് ബോർഡർ കയറിയപ്പോ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇവിടെ പിടിച്ചേറ്റാണ്. ഞങ്ങളുടെ സിഗ്നൽ വിസിലാണ്. ഈ യാത്രകൾ പോയി ഇപ്പൊ ഇവനിങ്ങനെ ഫുഡ് ഇപ്പൊ കൊച്ചു പറഞ്ഞു നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചവർക്കൊക്കെ ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊച്ചു പറഞ്ഞില്ലേ അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചില്ലേ? എനിക്ക് ഡൗട്ട്. ഇങ്ങനെ ഞാൻ ഇവന്റെ ജീവിതത്തിൽ വന്നപ്പോ തൊട്ട് ഇവനിങ്ങനെ ഏതെങ്കിലും ഒരു ചേച്ചി വരയിലിരിക്കുവാണെങ്കിൽ അവർക്ക് കൊണ്ട് 50 രൂപ കൊടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി പറയുക. ഞങ്ങൾ പോകുന്നവർക്ക് പലരും വന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ചായ വാങ്ങിച്ചിട്ട്, പിള്ളേരാണെങ്കിൽ തന്നെ ഇച്ചിരി ഒരു ചായ വാങ്ങിച്ചു തരുമോ, കഴിക്കാൻ വാങ്ങിച്ചു തരുമോ, വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വിളിച്ചോണ്ട് അവർക്ക് ഫുഡ് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എടാ പൈസ നമ്മുടെ അല്ലേ, അവർക്ക് പൈസ കിട്ടും, നീ എന്തിനാ വെറുതെ കൊടുക്കും ചോദിക്കും. പറയാറുണ്ട്, എടി പട്ടിണിയുടെ വില നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ, അത് അനുഭവിച്ചത് കൊണ്ടാ, അത് അവരും അനുഭവിക്കല്ല എന്നുള്ളൊരു മൈൻഡിൽ കൊടുക്കും. പിന്നെ ഞാൻ ഓർക്കുന്നത്, ഞാൻ ഒരിക്കലും പളനി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് പിള്ളേര് കയറി വന്നിട്ട് കുഞ്ഞുങ്ങളാ നമ്മളോട് താന്ന് പറഞ്ഞ് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ എനിക്കത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവരെ പേടിപ്പിച്ചു. ഞാൻ എന്തോ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് എന്തോ പോലെ തോന്നുന്നു, എനിക്ക് എന്നോട് പുച്ഛം തോന്നുന്നു. അയ്യോ ആ കുഞ്ഞുങ്ങൾ ചിലപ്പോഴേ അവരുടെ സ്ഥിരം ഇതായിരിക്കാം, പക്ഷെ അത് നമ്മൾ ഇന്ന് കൊടുക്കുന്നവർ എന്ത് ഉപയോഗിക്കുന്നത് അത് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊരു എൻ്റെ ഒരു അറിവ് പറയാം. ആ ഒരു പ്രായത്തിൽ ഞാൻ ചോദിച്ച ടൈമുണ്ട്. ഞാൻ ഒരുപാട് ചേട്ടന്മാരെയും ചേച്ചിയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടി. ഞാൻ അത് എന്ത് കണ്ടിട്ടാ ഈ പൈസയ്ക്കണെന്ന് അറിയോ? ഞാനിങ്ങനെ ബേക്കറി കൂടി കയറി വരാത്ത അവിടെ ഇവിടെയൊക്കെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കും. അത് കണ്ടിട്ട് കൊതി തോന്നിയിട്ടാണ് ഞാനത് ചോദിക്കണേ. പക്ഷെ ആ ടൈമിൽ എല്ലാവരും എന്നോട് പറയും ഞാൻ സിഗരറ്റ് വലിക്കും, ബീഡി വലിക്കും, അങ്ങനെ പറഞ്ഞ് എന്നെ അകറ്റിയിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ വരുന്നത് അത് മേടിച്ചാൽ അത് വലിക്കാനായിരിക്കില്ല. അമ്മമാര് കണ്ണിൽ എന്തെങ്കിലും കണ്ട് കൊതിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ഞാൻ പൈസ തരില്ല, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ കൂടെ കാണിക്കണതായിരിക്കും. ഇവൾ എന്നോട് പറഞ്ഞു നീ അത് കൊടുക്കരുത് വെച്ചു, കാരണം അവിടെ പല്ല് നോക്ക് കറയുണ്ട്. എല്ലാവരും ചിന്തയാണ് സിഗരറ്റ് വലിച്ചിട്ട് കറ തന്നെ നല്ല പല്ലിയൊക്കെ കണ്ടിരുന്നാലും കറ വരും. ഓക്കെ, ഒരു 5-10 ദിവസം പല്ലിയൊക്കെ കണ്ടിരുന്ന കറ വരും പല്ലിൽ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തീറ്റ എല്ലാം കാര്യങ്ങളും അവിടെ ചെന്ന് കറ വരും, നോർമലായിട്ട് കറ വരും. ഓക്കെ, ആര് കറയാണ് ആ പിള്ളേരുടെ വായിലേക്കുണ്ടത്. ഓക്കെ, ഞാൻ ആ പിള്ളേരെ വാവലിപ്പിച്ച് ഏറ്റവും കൂടുതൽ സിഗരറ്റ് വെച്ചാൽ അകത്ത് വരും കറ. ആ കറയാണ് നോക്കേണ്ടത്, ആ കറ ആ പിള്ളേർക്കില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞത് സിഗരറ്റ് വലിക്കാൻ വേണ്ടി ആ പിള്ളേർക്ക് പൈസ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ആ ബേക്കറിയിലേക്കായിരിക്കും കൊണ്ടുപോകണേ. അതേപോലെ തന്നെ പിള്ളേർ കൊണ്ടുതന്നെ ബേക്കറിയിലേക്ക് കൊണ്ടുപോയി. അച്ഛന് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് ദേവുവിന് അറിയായിരുന്നോ? ഇങ്ങനെ ഫുഡിന്റെ ആ ഒരു എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് കുറച്ചാൾ വീടില്ലായിരുന്നു എന്നും അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ സുധാമ്മ ആ വീട് കൊടുത്തു, അതൊക്കെ എനിക്കറിയാം. അതാ എൻ്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ എന്നോട് പറയാറുണ്ട്, ഞാൻ ഇന്ന അവസ്ഥയിൽ ഇവിടെ വന്നായിരുന്നു മോളെ, അച്ഛൻ കുറേ കഷ്ടപ്പെട്ടൊരു കൊച്ചാണ്, ഇങ്ങനെയൊക്കെ ഞാൻ വന്ന ടൈമിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം അല്ലാതെ ഇങ്ങനെ ഈ ഫുഡ് കഴിച്ച കാര്യം അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അച്ഛൻ്റെ എല്ലാ ജീവിതം ഫുഡിന്റെ മാത്രമല്ല, ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ട്രഗിളിലൂടെ വന്ന ഒരാളാണ്. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്ന ആദ്യം നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് 2 കൊച്ചു പിള്ളേര് അച്ഛനെ ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ ഒരു ടിപ്പിക്കലാണല്ലോ, ടിപ്പിക്കൽ ചിന്താഗതിയിൽ നിന്ന് അവർക്ക് തന്നെ ഈ പ്രായത്തിൽ അവർ എൻജോയ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ലൈഫിലെല്ലാം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴാണ് സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ നന്നായിട്ട് സന്തോഷിക്കണം കേട്ടോ. അയ്യോ നിങ്ങളൊന്നും സന്തോഷിക്കാതെ ഇരിക്കരുത്. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു. അത് കാണിച്ചാൽ നമ്മൾ ഒരു മനുഷ്യായുസിൽ
60-70 വയസ്സിനുള്ളിൽ അനുഭവിക്കേണ്ടതൊക്കെ തന്നെ കുഞ്ഞുനാളിൽ അനുഭവിച്ച് തീർത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ചേച്ചീനെ കല്യാണം കഴിച്ച ചേട്ടൻ ചേച്ചിയും ഹാപ്പി അല്ലേ? ഓ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ പുള്ളി മദ്യപാനം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കുടുംബമായിട്ട് തന്നെ ചിന്തിച്ചു വന്ന വ്യക്തിയാ. ഓക്കെ, എന്നാൽ പുള്ളിക്ക് ഇപ്പൊ അറ്റാക്ക് വന്നിട്ട് പുള്ളി കിടപ്പാ. പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റും. ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞല്ലോ, പെട്ടെന്ന് വരുന്ന കല്യാണം എന്ന് പറഞ്ഞു. ഇപ്പം ഒരാളെ അറിയാതെ ഇങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു എന്നാ പോരാ. എന്തുകൊണ്ടാണ് അച്ചു യാത്ര ചെയ്യുന്നതുകൊണ്ട് കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ ലൈഫ് എന്ന് പറഞ്ഞൊരു സീരിയസ്ലേക്ക് ഭാര്യയാവോ? അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ട്രാവല് തന്നെയായിരുന്നു. പിന്നെന്ന് പറയുമ്പോ എനിക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയെന്ന് പറയുമ്പോ അവരെന്നെ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുക. പിന്നെ നോക്കിയത് പിന്നെ അമ്മച്ചിയമ്മയാ. അമ്മച്ചിയമ്മ എന്ന് പറയുമ്പോഴത്തേന് തന്നെ അമ്മച്ചിയമ്മ 2 വീട്ടുപണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അമ്മയ്ക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ എനിക്ക് അമ്മയ്ക്ക് അത് സാധിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ ടൈം ഇവനെ കണ്ടപ്പോൾ ഇവനൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നെല്ലാം നോക്കിയും കണ്ടും ചെയ്തപ്പോഴത്തേനെ ഇവന്റെ കൂടെ എന്തോ ഒരു സേഫ് ആണെന്ന് തോന്നി. ഇപ്പൊ നല്ല രീതിക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു മിക്ക കാര്യങ്ങളും ഇവൻ ഇടപെടാറുണ്ട്. എൻ്റെ മിക്ക കാര്യത്തിലും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ ഇന്ന് ഇടപെടാറുണ്ട്. തെറ്റുകളുണ്ട് പറഞ്ഞു തരാറുണ്ട്, നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഇപ്പോൾ പഠിക്കാൻ പോണത്തെ കാര്യം പറഞ്ഞാണെങ്കിൽ നീ പൊക്കോ, നിനക്ക് പൈസയുടെ കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം, അങ്ങനെയൊക്കെ പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ സേഫ് ആണെന്ന് തോന്നി. അതുപോലെ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ 19 വയസ്സേ ഉള്ളൂ, ഇപ്പൊ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നു. പഠിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഞാൻ അവളോട് 2 ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഞാൻ ഈ 2 ഓപ്ഷൻ ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ എന്റെ പൈസ ഉണ്ടാവണം. ഞാൻ പണക്കാരനല്ല, എനിക്കറിയാം ഒരു അവസ്ഥ. ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ ഏത് ലെവൽ എത്തും എനിക്ക് നല്ലപോലെ അറിയാം. ഞങ്ങൾക്ക് 2 ഓപ്ഷൻ കൊടുത്തുള്ളൂ. പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പഠിച്ച ഒരു നിലയെത്തി ഇങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ പോലും 3 ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റിയെന്ന് വരുള്ളൂ. സമ്മതിക്കില്ല. പിന്നുള്ളത് നിനക്ക് മനസ്സ് തുറന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിപ്പോഴേ പറ്റത്തുള്ളൂ. ഞാൻ അവൾക്ക് ഓപ്ഷൻ കൊടുത്തു. അവൾ ചിന്തിച്ച് പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞ പഠനമല്ല, അവൾക്ക് ട്രാവൽ ചെയ്യണമെന്ന്. ഞാനത് ആഗ്രഹം അവൾക്ക് സാധിച്ചു കൊടുത്തു. അച്ചു ഇങ്ങനെ ട്രാവൽ ചെയ്യും, വന്ന ആളും ഇങ്ങനെ ട്രാവൽ ചെയ്തതിന് അമ്മ എന്നാ പറഞ്ഞു? അമ്മ എന്താ പറയാ, അമ്മ പറഞ്ഞു വന്നതും നിന്നതും എല്ലാം കിടക്കാൻ. അതെനിക്ക് മനസ്സിലായി, അമ്മയുടെ ഡയലോഗ് അതായിരിക്കും. അമ്മ പറഞ്ഞ അച്ചുചേട്ടൻ ഇങ്ങനെ ട്രാവല് പോകുന്നതുകൊണ്ടൊന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി അച്ഛനെ കല്യാണം കഴിപ്പിച്ച അമ്മ. അപ്പൊ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും വയസ്സേ ഉള്ളൂ, ഇത്രയും ചെറിയ പ്രായത്തിൽ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടെന്ന് ഓർത്താണ് അമ്മ ഇരുന്നത്. പിന്നെ ഇവൻ ഈ ട്രാവല് പോവാന്നുള്ള രീതിയിൽ കല്യാണം കഴിച്ച് കുറെ കൂടെ കഴിഞ്ഞ് ഞാനും അച്ഛനും ട്രാവൽ പോയി കഴിഞ്ഞപ്പോ അമ്മ വിളിച്ചിട്ട് പറയും, ഓ ഒരുത്തനെ അടക്കി നിർത്താൻ കല്യാണം കഴിച്ചു, ഇപ്പൊ അടുത്തതും കൂടെ പോയേക്കോ, ഞാൻ എന്ത് ചെയ്തേന്നുള്ളൊരിത്. അപ്പം അത് പറഞ്ഞപ്പോഴത്തെ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ഇട്ടല്ല, ഇൻസ്റ്റയില് ഞാൻ ഡിവോഴ്സ് ആയിന്ന്. എന്തായിരുന്നു സംഭവം? അയ്യോ അത് വേറൊന്നുമില്ല, അതിന്റെ എടുത്തുകാട്ട് വരുന്നു. ഈ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് വന്നിട്ടാ അവസാന ലാസ്റ്റ് എല്ലാം മറ്റേ അവസാനത്തെ ട്രിപ്പ് എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് പോണത് അരുണാചലാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗം എനിക്ക് കവർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അരുണാചല്, നേപ്പാള്, ഞങ്ങള് ആസാമൊക്കെ പോയി ലാസ്റ്റ് വന്നപ്പോഴാണ് ഇത് എന്റെ അമ്മ എടുത്തു ചാടി തന്ന എനിക്കൊരു പരിപാടിയാണ്. ഞാൻ ആ കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിൽക്കൂലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഒരു കല്യാണം എനിക്ക് റെഡി കല്യാണമായിട്ട് നടത്തിയത്. ആ കല്യാണമായിട്ട് തന്നെ നടത്തി, അമ്പലത്തിൽ വെച്ച് കല്യാണമായിട്ട് തന്നെ നടത്തി. ആ ഒരു ജീവിതം ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനായിട്ടൊരു പെണ്ണിന്റെ ജീവിതം കളയുന്നത് ശരിയല്ല. ആ പെണ്ണിന് ട്രാവൽ താല്പര്യമില്ല. ഓക്കെ, അവൾക്ക് അങ്ങനെ എന്നും ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ഇവളെ പോലെ ഒരു മൈൻഡ് അല്ല, പൈസ വേണം എന്നുള്ളൊരു മൈൻഡിൽ ട്രാവൽ ചെയ്യുന്നൊരു പെങ്കുവച്ചത്. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞ് ആ ട്രാവൽ ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടണം. ഞാൻ എന്ത് ചെയ്ത് 1 വർഷത്തേക്ക് ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് മാറിയിരിക്കാൻ തുടങ്ങി. ജോലി എന്നുള്ളൊരു മൈൻഡായി എന്ന് വെച്ചാൽ ഒരു മിഷൻ ആവാൻ തുടങ്ങി. ഒരു വീടിന്റെ കുടുംബസ്ഥൻ എന്നുള്ളൊരു സാധനം എന്ന് വെച്ചാൽ മിഷനാണ് അവൻ. അവന്റെ മൈൻഡിൽ ജോലി എന്നുള്ളൊരു ഭാഗം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ലൈഫിൽ എത്തിക്കഴിഞ്ഞപ്പോ എന്താ പറയാ, അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്ക്. എനിക്ക് ഞാൻ ഒരിക്കലും പെണ്ണാണല്ലോ, എനിക്ക് ഒരിക്കലും അവളെ തെറ്റ് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അതിന്റെ ഭാഗം തെറ്റുണ്ടാവും, ഞാൻ ഒന്നും മിണ്ടണല്ലോ, ശരി, എന്റെ ഭാഗത്തും തെറ്റുണ്ടാവും. എന്നുവെച്ചാൽ ജോലി അകന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ആണെപ്പോഴും തുണ വേണം. വെച്ചാൽ ആ ഒരു പ്രായത്തിൽ എന്തായാലും അവള് ചിന്തിക്കുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ നമ്മൾ ഒരു പെണ്ണിനെ ഇപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആണുങ്ങൾ എപ്പോഴും കൂടെ ഇരുന്നാൽ ശരിയാവില്ല. നിങ്ങൾക്ക് സുഖമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് സുഖമല്ല. ഓക്കെ, ഞങ്ങളെന്ന് പറയാൻ നേരത്ത് 100,000 ചിന്തകൾ ഒരേ ടൈമിൽ മൈൻഡിൽ കൊണ്ടു നടക്കുന്ന ആമ്പിള്ളേരാ. ഓക്കെ, നിങ്ങൾ പീരീഡ്സ് വേദനയാണ് സഹിക്കണേ, നിങ്ങൾ കുടുംബ വേദന സഹിക്കണേ. ഒരു കുടുംബത്തിന്റെ വേദന എന്താണെന്ന് അറിയണം, ഈ കുടുംബം തലയിലെടുത്ത് വെച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ടൈമിൽ ഞാൻ മനസ്സിലാക്കിയതൊരു വ്യക്തിയാണ്. അതിനുവേണ്ടി ഓടി നടന്നപ്പോൾ എനിക്ക് ഇവളെ അടുത്തിരിക്കാൻ പറ്റിയില്ല. ഇവളെ അടുത്തിരിക്കാണ്ട് കഴിയുമ്പോൾ ഇവളെ അടുത്ത വഴി നോക്കി. ആ വഴി നോക്കി ഇവിടെ എനിക്കെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ എന്നോട് സംസാരിക്കണം. എനിക്ക് സംസാരത്തിനുള്ളിൽ അവൻ ചിന്തിക്കണ കാര്യം എൻ്റെ മൈൻഡിൽ ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരുപാട് മനുഷ്യരെ കണ്ട് എൻ്റെ മൈൻഡ് അങ്ങനെ ആയേക്കുക. ഇവള് വന്നിരുന്നപ്പോൾ തന്നെ
ഉള്ള ഒരു അകൽച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉള്ള അകൽച്ച നല്ല രീതി അകൽച്ച ഓടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡിവോഴ്സിലെത്തും, അവിഹിതം എത്തിക്കഴിഞ്ഞ് എന്ന് വെച്ചാൽ വേറെ ലൈഫ് അവൾ ചിന്തിച്ചു കഴിഞ്ഞ്. പിന്നെ അവൾ നുണ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, നുണ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടമല്ല ഡയറക്റ്റ് പറയാം. അത് ഭർത്താവിനും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാം, എന്നല്ല കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ല രണ്ട് വഴിക്കാണെങ്കിൽ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകില്ല ചേച്ചി. ആ 3 വർഷം പോയത് എന്റെ ടൈമാണ്. ഓക്കെ, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ. എനിക്ക് പറയാനുണ്ട് തോന്നരുത്, ആണുങ്ങൾ എന്ന് പറയുന്നത് എത്ര പെൺപിള്ളേരെ അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവനെ ചീത്ത പറയില്ല. ഓക്കെ, അവൻ കഴിവുള്ളവനേ ഉള്ളൂ. പക്ഷെ പെണ്ണങ്ങനെയല്ല. പെണ്ണൊരു ആണിന്റെ അടുത്ത് നിന്ന് അടുത്തൊരാണിനെ ചാടിക്കുന്ന അവളെ ലോകം വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് പെണ്ണുങ്ങൾ വരത്താതിരിക്കുക, എവിടെയായാലും സുഖമായിട്ട് ജീവിക്കുക. ഞാനും ഹാപ്പിയാ, കുഴപ്പമൊന്നുമില്ല. കിട്ടിയതിനെങ്കിലും അടിപൊളി സാധനമായിട്ട് കിട്ടി. ഇവന്റെ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ കല്യാണമൊക്കെ കഴിച്ചത്? ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായ, അല്ലെങ്കിൽ അയ്യോ അച്ഛൻ്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് മിസ്സാകും എന്ന് തോന്നിയൊരു കാഴ്ച എന്താ? എനിക്ക് ആ മഞ്ഞ് പെയ്യുന്നത്. അച്ചോടാ, മഞ്ഞ് നിങ്ങൾ വിട്ടിട്ടില്ല? ഇല്ല, ആ മഞ്ഞ് പെയ്യുന്നത് തന്നെ. അത് എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു ആ ടൈമിൽ എന്തോ ജസ്റ്റ് പനിയൊക്കെ പിടിച്ച് ശരീരം തളർന്ന് കിടക്കുക. ആ ടൈമിൽ എനിക്ക് വയ്യാഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, ഒരു മറ്റേ ഞാൻ പറഞ്ഞില്ല കിടക്ക കട്ടിൽ 50 രൂപയ്ക്ക് കിട്ടുന്നവരോ അങ്ങനെ ഒരു കട്ടിൽ വാങ്ങിച്ചിട്ട് ഞാനിവിടെ കിടക്കുക. എന്തോ അനക്കം കെട്ടി പുറത്തോട്ട് നോക്കിയപ്പോ ആ മഞ്ഞിങ്ങനെ ആ ഒരു ഇതിന്റെ ഇവിടുന്ന് വീഴുന്നുണ്ട്. അതായിരുന്നു അയ്യോ സ്വർഗം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ ഇവനെ അന്ന് ആ ബസ് അയച്ചു, ഇവനെ അന്ന് കണ്ടില്ലെന്ന്, ഇപ്പൊ എനിക്കിത് കാണാൻ പറ്റത്തില്ല. കോട്ടയത്ത് തന്നെ ഇരുന്നേനെ. ഇപ്പോഴും കോട്ടയത്ത് വീട്ടിൽ അമ്മ അടി ഉണ്ടാക്കി കൂട്ടുകാരിമാരുടെ കൂടെ കറങ്ങി അങ്ങനെ നിന്നാന്. പക്ഷെ ഇവനെ കിട്ടിയത് കൊണ്ട് അങ്ങനെ ആ ഒരു ഇത് കാണാൻ പറ്റി. പിന്നെ കസോള്, ഈ 2 എണ്ണമാണ് ഏറ്റവും. അച്ചുവിൻ്റെ കൂടെ ദേവു വരാൻ തുടങ്ങിയല്ലോ, ലൈക്ക് യാത്രയ്ക്ക്. അപ്പം ആദ്യമൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, എന്തൊക്കെയാണല്ലോ പെങ്കൊച്ചിനെ കൊണ്ടുപോകുന്നല്ലേ. പക്ഷെ അവളുടെ ഹാപ്പിനെസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നിയത് എപ്പോഴാ? ഇവളെ മഞ്ഞത്തിറന്ന തുള്ളിച്ചാടണുണ്ടോ? കാരണം വെച്ചാ നമുക്ക് ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഭൂമിയില്. ഓക്കെ, അത് പൈസ ഇല്ലാണ്ട് സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനെങ്ങോട്ടുള്ള കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് നോക്കാത്ത ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഒരു ഇത്രയും പണമുള്ള ഒരു വ്യക്തി, ഈ ഭൂമിയിൽ ആരുടെ ഏറ്റവും വലിയ പണമുള്ളതെന്ന് അറിയില്ല എനിക്ക്. ആ വ്യക്തിനോട് ഞാൻ ചോദിക്കുവാണ്, ഒരു സെക്യൂരിറ്റിയും ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഇന്ത്യ നടക്കാൻ പറ്റുമോ? ഒരു പൈസ ഇല്ലാണ്ട് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ഇനി അവൻ UP-യിലേക്ക് ഇനി ട്രെയിൻ കയറിയിട്ട് ഇനി അവിടെ നിന്ന് നടക്കണമെന്ന് വെച്ചാൽ നടക്കാൻ പോകുന്നില്ല. അവന് നടത്തില്ല. അവൻ നടന്ന് അവിടെ എത്തിയാലേ പെങ്കുച്ചു കൂടെ ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാവും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റി ഇവളായിട്ട്. ദൈവം സഹായിച്ച ആരുടെയും പ്രശ്നമൊന്നുമില്ലാണ്ട് അവിടെ എത്തിയിട്ട് ഇവളെ ആഗ്രഹമായ തങ്ല എന്നൊരു സ്പോട്ട് ഉണ്ട്. തങ്ല ലഡാക്കിന്റെ ഏറ്റവും ഹൈ ലെവൽ സ്പോട്ടാ തങ്ല. അവിടെ ചെന്ന് നിക്കാൻ പറ്റി ഇവളായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഒരു ഉമ്മയുണ്ട് എനിക്ക് അവിടെ. അമ്മയും അപ്പാപ്പനുണ്ട്, അവരുടെ മക്കളുണ്ട്. അന്ന് എന്നെ കണ്ടപ്പോ ചെറിയ പ്രായത്തിൽ അപ്പാപ്പൻ പറഞ്ഞു എന്റെ മക്കളായിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്കോടെ എനിക്ക് പാലിക്കാൻ പറ്റും. കൊച്ചായില്ല, പക്ഷെ ഭാര്യയായിട്ട് നീ ഇത് പറഞ്ഞപ്പോ ഓർത്ത് നിങ്ങള് ഈ പോകുന്ന വഴിക്ക് ഒരുപാട് പേരെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമ്പാദിക്കുന്നവരൊക്കെ തന്നെ നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പൊ കൊച്ചു ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരാളോട് നമ്മുടെ സത്യം പറഞ്ഞാൽ പോലും അത് അവർ സത്യമാണെന്ന് നിർബന്ധമില്ല. എത്രയോ യാത്രക്കാർ വരുന്നു എന്ന്. പക്ഷെ ഈ മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നമ്മൾ അവരെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? കാരണം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എടുത്തോണ്ട് പോയി നമ്മൾ പറഞ്ഞത് എന്റെ കയ്യിൽ ഇതുവരെ ആരും പണം തട്ടിയിട്ടില്ല, കാരണം എന്റെ പണമില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെയാണ്? ചിലരുടെ സംസാരം, നമ്മളുടെ സംസാരം, അവരോട്ട് ഇടപെടല്. ഞാൻ മിക്കപ്പോഴും ഇവൻ എല്ലാവരോടും സംസാരിക്കും. ഇവന്റെ കുറച്ചു നേരം സംസാരിച്ച് തന്നെ എല്ലാവരും ഇവനുമായിട്ട് പെട്ടെന്ന് കമ്പനിയാകും. ഇവൻ ഒത്തിരി അഹങ്കാരം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് എല്ലാവരുമായിട്ട്. ഇപ്പോൾ ആരും നോക്കത്തില്ല. ഇപ്പൊ ചേച്ചിയായിട്ട് തന്നെ മിണ്ടുവാണെങ്കിൽ തന്നെയും ഒരു സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂട്ടാകുവാനായിട്ട്. അങ്ങനത്തെ ഒരു വോയിസ്, ആ ഒരു മൈൻഡ് ഇവന്റെ. പിന്നെ ചിലര് വിശ്വസിക്കത്തില്ല, നടന്നാ വന്നത് അങ്ങനെ ഇതാ വന്നപ്പോ പിന്നെ ഇൻസ്റ്റ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ചിലര് വിശ്വസിക്കുന്നത്. അത്രയും സാഹസികമായിട്ട് ഇവിടെ എത്തി എന്നുള്ളൊരു മൈൻഡ് കൊണ്ട്, റെസ്പെക്ട് കൊണ്ടും അവര് റെസ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പെണ്ണായിട്ട് അവിടെ എത്തി എന്നുള്ള രീതിയിലാണ് കൂടുതൽ റെസ്പെക്ട്. വെച്ചാൽ എല്ലാരും പറഞ്ഞ ആണെങ്കിൽ ഈ ഭൂമിയിൽ എവിടെയും പോവാം, എവിടെയും കിടന്ന് ഉറങ്ങാം, എന്ത് പ്രശ്നം വന്നാലും സന്ദർഭത്തിൽ ഓടാം. പക്ഷെ ഒരു പെണ്ണായിട്ട് യാത്ര ചെയ്യാത്ത അവന്റെ അവളുടെ ഏറ്റവും കഠിനമായ സ്ഥലം ഒരു ടൈമാണ് പീരീഡ്സ് ടൈം. അത് എങ്ങനെ തരണം ചെയ്താണ് അവർ നമ്മളോട് ചോദിക്കണേ. ഒരു വയറുവേദനയൊക്കെ വരുമ്പോൾ ഇവിടെ പോയി കിടന്നുറങ്ങും എന്നാണ് ചോദിക്കണേ. ആ ടൈമിൽ ഇവൾക്ക് വയറുവേദന ടൈമിൽ ഞാൻ കുറെ ഐസുമാരൊക്കെ വാരിക്കൊണ്ട് വരും. വയറുവേദനയ്ക്ക് ചാക്കിലിട്ട് പൊതിഞ്ഞ് വയറ്റിൽ കൊണ്ട് കൊടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് കിടത്തും. ഞങ്ങൾ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിക്കും. ഒരാളെ കൊണ്ട് കയറി വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ നടന്നതിന് നമുക്കൊരു ഒരു പ്ലേസ് കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റും അവിടെ നെഗറ്റീവോ പോസിറ്റീവ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും.
അവിടെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഞാൻ സേഫ് ആണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒരു ഫ്രണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ സംസാരം തുടങ്ങണം കേട്ടോ, അവൻ എന്തിനാണ് എൻ്റെ ഫ്രണ്ടിൽ വന്നത്, അവൻ എന്നെ പണിയാനാണോ അല്ല അവന് തീർക്കാനാണോ അല്ല അവൻ തല്ലാനോ, എനിക്ക് എന്തിനാണ് വന്നത് എനിക്ക് അവൻ്റെ സ്പേസ് കാണുമ്പോഴേ മനസ്സിലാവും. ഞാൻ ഒരു നടന്നു വരുമ്പോഴേ പറയും എടി അത് മലയാളിയായിട്ടോ, അവൻ നമുക്ക് ഫുഡ് കൊണ്ടുത്തരാൻ വേണ്ടി വന്നെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ അതെന്ത് പ്രശ്നം, ഞാൻ പറയുന്ന പോലെ തന്നെ ആയിരിക്കും നടക്കണേ. ഇത് പറഞ്ഞപ്പോൾ ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ നല്ല നെഗറ്റീവ് കമന്റ്സ് എല്ലാവരും എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, മെലിഞ്ഞ ശരീരമായിട്ടല്ലേ മിക്കവരും ചോദിച്ചിട്ടുണ്ട് എന്നെ, നിന്റെ ഈ ശരീരം കൊണ്ടാണോ നീ കൊച്ചിനെ കൊണ്ട് പോകുന്നത്, നോർത്ത് ഇന്ത്യ നീ ഉദ്ദേശിക്കുന്ന കൂട്ടൊന്നും അല്ല, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്നെ തെണ്ടി ജീവിക്കുന്നവൻ ഞങ്ങളോടും തെണ്ടാൻ വേണ്ടി വന്നതാണോ, അങ്ങനെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആദ്യമേ ഈ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. തിരിച്ച് വീട്ടിൽ പോയാലോ, നിർത്താം, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് നെഗറ്റീവ് പറയുന്നവരെപ്പോഴും പറഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ, നമുക്ക് അതുകൊണ്ട് നമ്മുടെ സ്വപ്നം മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മുന്നോട്ട് പോകാം, പറയേണ്ടവര് പറയട്ടെ, എനിക്കെന്ന് പറയുമ്പോൾ അവിടെ പോകണം, ആ ഒരു മൈൻഡായിരുന്നു. ഈ തെണ്ടി ജീവിക്കുന്നവർ തെണ്ടി ഞങ്ങളുടെ അടുത്ത് നിന്ന് അറിയുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കമന്റ് ഇട്ടേ. അതെ, അറിയുന്നത് കൂടുതലും എന്റെ കൂട്ടുകാരൊക്കെ തന്നെ മെസ്സേജ് ഇട്ടത്, എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരന്മാരൊക്കെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് ഇട്ട് തന്നത്. എനിക്കൊന്നും പറയാനില്ല, കാരണം വെച്ചാൽ പൊങ്ങുമ്പോൾ എല്ലാവർക്കും താഴാത്ത ഒരു അടി ഉണ്ടാവൂല്ലോ ചേച്ചി. കൂടെ നിൽക്കുന്ന ഒരാൾ പൊങ്ങുമ്പോൾ അത് ഹെൽപ്പാന്നല്ല അവൻ ചിന്തിക്കണേ, അവനെ കുത്താൻ എന്തായാലും നോക്കത്തുള്ളൂ, അത് സ്വാഭാവികം. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലല്ലല്ലോ കാര്യം. ഞാൻ പറയണത് എന്റെ ശരീരം മെലിഞ്ഞായാലും 10 പേര് വന്നിട്ട് ഒരുത്തനെങ്കിലും തീർത്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എവിടെ എത്തിയപ്പോഴാടി ഹരിയാന കഴിഞ്ഞ് ബോർഡർ കയറിയപ്പോ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇവിടെ പിടിച്ചേറ്റാൻ നോക്കി. ഹരിയാന ഈ ഒരു യാത്രയിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾ വീഡിയോസ് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. അവർ പറയോ എനിക്ക് 2 ചകളപ്പൊക്കെ കിട്ടി, പെപ്പർ സ്പ്രേ അടിച്ചിട്ട് ഞങ്ങൾ പോയി. 3 പേരുണ്ട്, 2 കുത്തി പൊട്ടിച്ചു നൈറ്റ് രാത്രി ആരും ഇല്ല ഞങ്ങൾ കൂടെയില്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒട്ടിച്ചു 3 2 പേരെ ഇടിച്ചുമ്പോൾ പൊട്ടിച്ചു, പെപ്പർ സ്പ്രേ അടിച്ച് നിവൃത്തിയിലല്ലാണ്ട്. 3 പേരുണ്ട്, അവരറിയോ. ഇവളെ ചവിട്ടി ഓടിച്ചു അവിടെ നിന്ന്. ഇവിടെ ഞാൻ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് കയറാത്ത അപ്പുറത്തെ ഒരു പിടിയില്ല, അതില്ല, മനസ്സിലായി. ഇവൻ കേറിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു എടി പൊന്നെ മുഖം മൂടറിയെന്ന് പറഞ്ഞ ഇവിടെ മുഖം പൊത്തി ഞാൻ പെപ്പർ സ്പ്രേ അടിച്ചു, ഓട്ടോറിക്ഷ ഫുൾ അടിച്ച്. ഇവിടെ ചവിട്ടി അപ്പുറത്തിട്ട് ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ ഇവിടെ ഇറങ്ങി ഓടി. അയ്യോ ഇവള് പറയ ഒച്ചയൊക്കെ കൊണ്ടായിക്കൊണ്ട് ഓടിയത്. പക്ഷെ വണ്ടി നിർത്തണം, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ നിർത്തൂല, ആരെങ്കിലും നിർത്തും. പക്ഷെ ആരും നിർത്തിയൊന്നുമില്ല, ഇവിടെ ഓടി. അവിടുത്തെ 2 പേരുടെ മോന്തെയും കുത്തിയാൻ പൊട്ടിച്ചത്, അത് നിവൃത്തിയൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഓടി. 2 ബാഗുണ്ട്, എടുത്തോണ്ട് ഓടണ്ടേ, 2 ബാഗാണ് ഇങ്ങനെയും പിടിച്ചോണ്ട് ഓടിയത്. എവിടെ ചെന്ന് കണ്ടുപിടിച്ച് രാത്രിയില് ഇവിടെ ഓടണ പറയാൻ കണ്ടേ. ഞാൻ ഓടുന്നത് ഞങ്ങളുടെ സിഗ്നൽ വിസിലാണ്. ഇവന്റെ വിസിൽ നല്ല ശബ്ദമുണ്ട്, ഭയങ്കര ശബ്ദം. അപ്പൊ അങ്ങനെ ഇതായിട്ട് ഞാൻ ഓടിച്ചെന്നൊരു കടയുടെ സൈഡിലായിട്ട്, അവിടെ മാടക്കടകളാ ഫുള്ള്. അപ്പൊ ഏതെങ്കിലും ഒരു മാടക്കടയുടെ അവിടെ പോയിരിക്കുകയൊക്കെ ചെയ്യാൻ, നൈറ്റ് റോഡ് സൈഡ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിസിലടിച്ചപ്പോ നോക്കിയപ്പോ ഒരു മാടക്കടയുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വരിയത്. ഇവളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ പോയപ്പോ എന്റെ ബാക്കിൽ 2 പെപ്പർ സ്പ്രേ ഉണ്ടാവും, ഫ്രണ്ടിൽ 2 ഉണ്ടാവും, 4 പെപ്പർ സ്പ്രേ ഒരാളുടെ കയ്യില്. അങ്ങനെ ടൈം നടക്കുള്ളൂ. വെച്ചാൽ മൃഗങ്ങളായപ്പോലും നമുക്ക് രക്ഷപ്പെടാൻ കത്തി യൂസ് ചെയ്തിട്ട് കാര്യമില്ല, പറ്റില്ല. ആ ടൈമിൽ ഞങ്ങളുടെ കത്തിയൊന്നും ഇല്ലായിരുന്നു, ഒന്നുമില്ലാതെ ഇറങ്ങിയത്. പെപ്പർ സ്പ്രേ എല്ലാം മൈൻഡ് പവർ ആണ്. അന്ന് എന്റെ ബോഡിയിൽ നോക്കാത്ത അമരത്ത് എന്ത് തടിയാണ് ചേച്ചി, ഞങ്ങൾക്ക് തടിയന്മാരാവും ഒരു അറിയൂ. അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു അതാരോടെ ചോദിച്ചു തടിയാണെന്ന് പറഞ്ഞാ പോരെ. ചേച്ചി ഇതിനകത്ത് ഇത്ര ഒതുങ്ങിയല്ലേ ഇരിക്കണത്. എന്നാലും അത് മോശമായി പോയി അല്ലേ, മോശമായി പോയി. എനിക്കല്ല സർവ്വ ഇതും പോയി. ഓ എണീച്ചു പോ, എന്റെ അടുത്ത് എണീച്ചു പോ, കാണണ്ട. ഇത്ര നേരം കൊച്ചേ പൊന്നെ പൊന്നാരെ ചേച്ചിയുടെ അത്ര തടിയില്ലെന്ന്. പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. എന്താണേലും എല്ലാം തരണം ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തി. ഇപ്പം പുതിയ വിശേഷത്തിലേക്കൊക്കെ കിടക്കുകയാണല്ലേ. അതെ, അതുണ്ടാവട്ടെ, ഹാപ്പി ആവട്ടെ, ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. കാരണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ അനുഭവിച്ചത്, അതായത് ഞാൻ വളർന്നു വന്നത്, എൻ്റെ പേരൻസ് അംബാനിയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് തരാൻ പറ്റുന്ന എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ തലമുറകൾക്ക് ഇനി അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എപ്പോഴും. കാരണം നമ്മൾക്ക് ആ പെയിൻ എല്ലാം അറിയാം. കൊച്ചു പറഞ്ഞ പോലെ 2 ഫ്രൂട്ടി മേടിച്ചത് നമ്മ ഊട്ടിക്ക് വിടുക എന്ന് പറയുന്നത്, മനസ്സിലായോ? അത് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്താണെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. കാരണം ഇത് യാത്രയല്ല, ഇത് ഒരുപാട് പേരിങ്ങനെ മറ്റേ ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, മറ്റേ
ബൈക്കേ യാത്ര ചെയ്യുന്നവരുണ്ട്, 4 വീലറെ യാത്ര ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു കുടുംബം തന്നെയുണ്ട്. അതായത് ഇങ്ങനെ വണ്ടി സെറ്റ് ചെയ്തിട്ട് തന്നെ പലരും പോകുന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊരു ഓപ്ഷൻസ് ആണ്. നിങ്ങൾ നാളെ പറഞ്ഞ പോലെ നടന്നു പോകുന്നതിന്റെ സുഖങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞു. ഇനി നിങ്ങൾ ഫ്ലൈറ്റിലും ഇതിലൊക്കെ കയറി അന്യ രാജ്യങ്ങളിൽ പോട്ടെ, മൂന്നാമത്തെ ഒരാളും കൂടെ വന്നിട്ട് സെറ്റ് ആവട്ടെ. ഞങ്ങൾ ഇനി അടുത്ത ലാസ്റ്റ് ട്രിപ്പും കൂടി ഉണ്ട് നേപ്പാള്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചേക്കണെന്ന് വെച്ചാൽ എനിക്കിപ്പോ ഓൾറെഡി സൈക്കിൾ ഉണ്ട്, സ്പോൺസർ കിട്ടിയ പണ്ട് സ്പോൺസർ കിട്ടിയ. ഇന്ന് ഞാൻ അവൻ എന്റെ ഒരു കുഞ്ഞിനെ പോലെ എന്റെ ഒരു അനിയനാണത്, അങ്ങനെ നോക്കിയും കൊണ്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു സൈക്കിൾ ഞാൻ പ്ലാൻ ഇട്ട് വെച്ച് ഒരു സൈക്കിൾ നോർമലായിട്ട് വാങ്ങിയിട്ട് ഇവിടെ കൂടി സെറ്റ് ആക്കണം. എന്നിട്ട് ഞങ്ങൾ നേപ്പാൾ അടിക്കാൻ വേണ്ടി ചിന്തയിൽ നിൽക്കുക. അതിനുള്ള ചേച്ചി നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ജോലി എന്ന് പറയാത്ത വീട്ടിലെ കാര്യം കൂടി നോക്കിയിട്ട് എനിക്ക് സൈക്കിളിലേക്ക് ഞാൻ പയ്യെ ഇപ്പൊ ഒരു 150 വെച്ച് ഇട്ടോണ്ടിരിക്കുക. അവർ ലെവൽ എത്തി വെച്ചേക്കുക, പയ്യെ അടുത്ത മേടിക്കാൻ. ആദ്യമായിട്ട് ഫോൺ വാങ്ങി തന്ന സുബി ചേച്ചിയാണ്. സുബി ചേച്ചിയാ. അതെന്റെ ഫസ്റ്റ് വീഡിയോ വൈറലായപ്പോ അതിലൊരു ഫോൺ എനിക്ക് കാണിക്കുന്നുണ്ട്. എന്റെ ഫോൺ എന്റെ തൊടയിലിരിക്കുന്നുണ്ട്, ചെറിയൊരു ഫോൺ. അതില് വാട്സാപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ വാട്സാപ്പിൽ വെച്ചാൽ അമ്മയുടെ സിം വേണം വാട്സാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ. ആര് വാട്സാപ്പ് കോൺടാക്ട് ആണ് നടന്നത്. അപ്പൊ അന്ന ടൈമിൽ എനിക്ക് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനോ, അന്ന ടൈമിൽ ടിക്ടോക്ക് ഒക്കെ കണ്ട വൈറല്, ഫേസ്ബുക്ക് മറ്റേ ഇതൊന്നുമില്ല, ഒരു ഇൻസ്റ്റാഗ്രാം ഒന്നും അധികം ആ ടൈമില് വൈറലല്ല, ടിക്ടോക്ക് ടൈം വൈറല്. ഞാൻ ആ വീഡിയോ എടുത്ത് വൈറലായി ഒരു മാസമായി കഴിഞ്ഞപ്പോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാണ്ട് റിവ്യൂ എടുക്കാനൊക്കെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. ആ ടൈമിലാണ് കുട്ടിപ്പട്ടാളം ഞാൻ കാണുന്നു വരുന്നത്. എന്റെ അല്ല വീട്ടിൽ അപ്പുറത്തൊരു വാടക വീട്ടിൽ എടുത്തിട്ട് എങ്കിലും ഒറ്റ റൂമേ ഉള്ളൂ. ആ റൂമിലാണെങ്കിൽ എല്ലാവരും കിടക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഉള്ളിൽ വേണം പരിപാടി. കക്കൂസൊക്കെ പോകണമെങ്കിൽ പുറത്തേക്ക് പോകണം. അതുപോലെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ പോയി ടി വി കാണണം. ടി വി കാണിക്കാൻ സമ്മതിക്കില്ല, ജനൽ വഴി കാണാനേ പറ്റുള്ളൂ. ജനലിൽ എത്തിപ്പോയി നോക്കൂ. ഞാൻ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, കുട്ടിപ്പട്ടാളം അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ ഒരു ജനലൊരു ഓട്ടം ഉണ്ട്. ആ ഓട്ടം ഞാൻ ആണി കൊണ്ട് കുത്തി വലുതാക്കി. എന്റെ ഒരു കണ്ണില്ലേ, ഈ കണ്ണ് കാണാൻ പറ്റുന്ന അത്രയും എങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രം ഞാൻ റൗണ്ട് വലുതാക്കി, കുട്ടിപ്പട്ടാളം കാണാൻ വേണ്ടി മാത്രം. സ്പീക്കർ ബൂഫർ ഉണ്ട് വീട്ടിൽ. അപ്പൊ അവർ ആ സൗണ്ട് എനിക്ക് വീട്ടിലെത്തും. അപ്പൊ ആ ടൈമിൽ ചോറ് കഴിച്ചുകൊണ്ടിരുന്നാൽ പോലും ഇറങ്ങി കൂടും. പക്ഷെ നമ്മൾ അത്ര ഇഷ്ടപ്പെടേണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ നമ്മുടെ നിവൃത്തിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വീഡിയോ വൈറലാണ്. ആ ഒരു വീഡിയോയിലൂടെയാണ് ഈ ചേച്ചി ചോറ്റാനിക്കര അമ്പലത്തിൽ വരാറുണ്ട്. വലിയ എല്ലാ ദിവസവും എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കണേ. പക്ഷെ അന്ന് ആ ചേച്ചി എന്റെ വീഡിയോ കാണുന്നുണ്ട്, എന്നെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഒരു പ്രോഗ്രാമിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്റെ അമ്മയടുത്ത് ഞാൻ ചെന്നപ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ അമ്മയുടെ കൂടെ നീ ചേച്ചി സംസാരിച്ചിട്ട് അവിടെ ഇരുന്ന് എന്റെ അമ്മ എവിടെയാണ് ഇരിക്കണം ആ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക. ഒരു വെള്ള ചുരിദാറ്, അതിന്റെ മേളില് ഒരു ഇലയുടെ ഒരു പടമുള്ള ഇന്നും എന്റെ ഓർമ്മ കിടക്കുന്നുണ്ട്. മനസ്സിലായ ആ ടൈമിൽ എന്തൊരു മൂക്ക് കുത്തിയിട്ടുണ്ട്, ചെറിയ കല്ലൊന്നും ഉണ്ട് ഇവിടെ, എന്തൊരു ഓർമ്മ കിടക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ കൂടെ സംസാരിച്ചിട്ട് അമ്മയുടെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ കയറി വരുന്നത്. നോക്കിയപ്പോ ഇവിടെ കണ്ടുവരിച്ചു എന്റെ ഒരു അച്ചു അല്ലാടാന്ന് വെച്ച് ഞാൻ പറയാൻ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. എന്റെ വീട്ടിലൊക്കെ വന്നു. വീട്ടിൽ വന്നപ്പോ എനിക്ക് ഉള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കയറ്റിയിരുത്താൻ പറ്റില്ല ആ വീട്ടിലേക്ക്. കസേരയൊന്നും ഇല്ല. വീട്ടിലേക്ക് ആര് വെച്ചപ്പോ തന്നെ തല കുനിച്ച് വേണം വീട്ടിൽ കയറി നിവർന്നു കഴിഞ്ഞപ്പോ കുറച്ചും കൂടി ഒന്ന് കൈ നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കരിക്ക് തൊടാൻ മേൽക്കൂരിയിൽ അവസ്ഥയിലായിരുന്നു വീട്. ഒന്ന് കയറ്റി ഇരുത്താൻ പറ്റിയില്ല. കുഴപ്പമില്ല. എന്നാലും ആ വീട്ടിൽ വന്നു, ഒറ്റയ്ക്ക് വന്ന്, ആരും കൊണ്ടുവന്നില്ല. പുള്ളി ഇന്നോവ കാറിലാണ് വന്നത്. ആ ടൈമില് ഡ്രൈവറെ കാറിലിട്ട് എന്റെ കൂടെ നടന്ന വീട്ടിലേക്ക് വന്നു. എന്നിട്ടാണ് അവിടെ നിന്ന് വന്ന് തിരിച്ച് കാറിൽ കയറി എന്റെ അമ്മയ്ക്ക് ഒരു 5000 രൂപ കൊടുത്തായിരുന്നു ആ ടൈമില്. ലോട്ടറി എന്നിട്ട് പറഞ്ഞു ലോട്ടറി ഒന്നും വേണ്ട, ലോട്ടറി ഒക്കെ ആയിരിക്കട്ടെ. ഇടയ്ക്ക് വരുമ്പോ എന്റെ അമ്മനെ കാണുമ്പോൾ 10,000 രൂപ വെച്ച് കൊടുത്തിട്ടാ പോകണേ പുള്ളിക്കാരി. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. എന്റെ അമ്മയ്ക്ക് അറിയില്ല. എന്റെ അമ്മയ്ക്ക് അറിയാം അതൊരു സീരിയൽ നടിയാന്നല്ലൊരു ചിന്തയിൽ അമ്മ ഇരിക്കണേ. അമ്മ അപ്പുറത്തെ ഈ വീട്ടിന്റെ ഉള്ളിൽ അമ്മേനെ കയറ്റും, പക്ഷെ എന്നെ കയറ്റില്ല. ഞാൻ പോകാറില്ല. ഭയങ്കര ഗുരുത്തേക്കട കൈ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് എന്നെ വീട്ടിൽ കയറ്റാത്തത്. പക്ഷെ അമ്മ പോയിരുന്ന് കാണാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അറിയാം സീരിയൽ നടിയാണ്. ഈ കുട്ടിപ്പട്ടാളൊക്കെ കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം. കുട്ടിപ്പട്ടാളത്തെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊന്ന് ഓപ്പണായിട്ട് പറയണമെന്ന് അന്ന ടൈമിലുണ്ടായിരുന്നു. പിന്നത്തെ വരവിലാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫോണായിട്ട് പിന്നത്തെ വരയിൽ വരുന്നത്, എന്റെ റീൽസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അന്ന് എന്നോട് പറഞ്ഞാണ് പുള്ളിക്കാർ യൂട്യൂബ് കൂടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാം സെറ്റ് ആവുമെന്ന്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ യൂട്യൂബ് എങ്ങനെ തുടങ്ങണം. ഇപ്പൊ ഇല്ല, ഫോണില്ല. നല്ലൊരു ഫോണില്ലാണ്ട് യൂട്യൂബ് തുടങ്ങാൻ പറ്റില്ല. എല്ലാം സെറ്റ് ആവും. നിങ്ങൾ ഇപ്പൊ നല്ല പൈസ ഉണ്ടായിട്ടാണ് നിങ്ങൾ ട്രിപ്പ് പോയാ? അല്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും ഇതും അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും. നിങ്ങളുടെ ട്രാവലിംഗ് ബ്ലോഗ് അതിനകത്തേക്ക് എടുത്തിട്ട് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് എന്താണെങ്കിലും ഇവിടെ വന്ന് എനിക്ക് വന്ന് 12:30 വന്ന ആളുകളാണ്. ഞാൻ പിടിച്ചിരുത്തി 6 മണിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ. കാരണം ഞാനും ഇത്രയും ഒരുപാട് യാത്രകൾ ചെയ്തൊരു മനുഷ്യന്മാരുടെ കണ്ണിൽ നോക്കി ഞാൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാറ്. നിങ്ങൾ മറ്റേ പാസ് ഒക്കെ കയറുമ്പോൾ നിങ്ങൾ വളഞ്ഞു പോകുന്ന പറയുമ്പോൾ ഞാനും ഇങ്ങനെ ചെയ്തു. അതായത് ഞാനും അത്രയും ശ്രദ്ധിച്ച് അത് എനിക്ക് ഫീലായിരുന്നു, കൂടെ യാത്ര ചെയ്യായിരുന്നു. എന്താണെങ്കിലും വന്നതിന് വളരെയധികം സന്തോഷം. വളരെ ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു. ഓക്കെ.